നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിനുള്ളതാണ്. എൻ്റെ മുഖം അല്ലാതെ ഡള്ളായി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സ്കിന്നൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. സ്കിന്ന് ശ്രദ്ധിക്കാതാവുമ്പോൾ നമ്മുടെ ആ മുഖത്തിൽ വരുന്ന ആ ഒരു ഗ്ലോയും തിളക്കും ആ കളറും ഒക്കെ പോവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖത്തത്തെ ആ ഒരു ഗ്ലോ ഉണ്ടായിരുന്നതെല്ലാം പോയി ഒരു മാതിരിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ആദ്യം ഒരു സ്ക്രബാണ് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് പാക്കായിട്ടിടാം. ഇത് സ്കിന്നിൽ അപ്പം തന്നെ നമ്മുടെ മുഖത്തുള്ള ടാൻ മാറ്റാൻ സഹായിക്കും. നമുക്കിത് ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ ടാൻ പൂർണ്ണമായും മാറ്റും. അതുപോലെ മുഖക്കുരുള്ള പാടുകളാണ് വെച്ചാലും എന്താ പറയുക, ഈ ഡിസ്കളറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെയുള്ളതിനെയൊക്കെ മാറ്റി സ്കിന്നിന് ഗ്ലോ തരാൻ സഹായിക്കണം നല്ലൊരു പാക്കാണ്. 3 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ, അതും അടുക്കളയിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ചിലർ ചോദിക്കും. നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കും മാതിരിയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഞാനിപ്പോൾ നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളും അതുപോലെ തന്നെ സ്കിന്ന് ശ്രദ്ധിക്കാതെയും ഒക്കെ ആവുമ്പോൾ നമ്മുടെ മുഖത്ത് അത് വേറെ അറിയും. അതെൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഡെയിലി വീഡിയോ ഇടണം, ടെൻഷൻ എടുക്കാതെ ഇരിക്കണം, എൻഗേജായി നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഇതായിരിക്കുമ്പോൾ ടെൻഷൻ മാറും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വെറുതെ നമുക്ക് ടെൻഷനായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ തോന്നണില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ മാറുമെന്ന് എല്ലാവരും പറയും, പക്ഷേ ചെയ്യാൻ തോന്നണില്ല. അതാണ് മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, സ്കിൻ വല്ലാതെ ആയിരിക്കുക, ഒന്നും ചെയ്യണില്ല പറഞ്ഞാൽ ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുക എല്ലാ വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട് ഡെയിലി വീഡിയോ ഇടും എന്ന് പറയാറുണ്ട്, പക്ഷേ ഇടാൻ പറ്റാറില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാം ഡെയിലി പരമാവധി ഞാൻ വീഡിയോ ഇടാൻ നോക്കും. എന്താ പറയുക, ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആണ്. എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ സാധനമാണ്. ഇപ്പം എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര ഡള്ളായിട്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇതിനെ പെട്ടെന്നാണ് ഇത് മാറ്റിത്തരിക. നമ്മൾ ഈ ഒരു സ്ക്രബ് കഴിഞ്ഞ് പാക്കും കൂടി ഇടുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് സ്കിൻ നല്ലപോലെ ഗ്ലോ വരും, തിളങ്ങും. അത്രയ്ക്ക് മാറ്റം കൊണ്ടുവരുന്ന നല്ലൊരു പാക്കാണ്. എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് വരാം. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കണ്ടെച്ച്, എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളണം. അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാലും കമൻറ്റ് വഴി അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്കൊരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് ആദ്യം ആവശ്യം ഇത് നമ്മുടെ ഉഴുന്ന് മാവാണ്. ഞാനിപ്പോൾ അരയ്ക്കുമ്പോഴേ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റി വെക്കണതാ. അത് നമുക്കിതൊന്ന് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്ന് മാവ് എടുക്കുക. ഉഴുന്ന് മാവ് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. ഉഴുന്ന് മാവ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് കൂടുതൽ സഹായിക്കുന്നതാണ്. അതുമാതിരി തന്നെ മുഖത്തുണ്ടാവുന്ന പാടുകളും നമ്മുടെ എന്താ പറയുക പിഗ്മെൻറ്റേഷനും ഇങ്ങനെയുള്ളത് മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റാൻ ഉഴുന്ന് നല്ലപോലെ മെയിൻലി ഉഴുന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് കേട്ടോ. നമുക്കിത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് അരച്ചതില്ലാത്തവർക്ക് ഉഴുന്ന് പൊടിച്ചിട്ട് അരച്ചാലും കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ പൊടി മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കണമെന്നേ ഉള്ളൂ. ഇതിലേക്ക് 1/2 സ്പൂൺ കോഫി പൗഡറാണ് ഇടേണ്ടത്. 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കോഫി പൗഡറും നമ്മുടെ സ്കിന്നിന് നല്ലപോലെ കളർ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഇത് രണ്ടിൻ്റെ കൂടെ പിന്നെ നമുക്ക് ആവശ്യം കേടാണ്. അത് നമുക്ക് തൈര്, അത് പുളിയുള്ള തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് 1/2 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും മുഖത്തെ പാടുകൾ മാറാനും, ഇത് കാപ്പിപ്പൊടി കുറച്ച് തരിയോട് കൂടി ആയുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ആദ്യം ഒരു സ്ക്രബ് കൊടുക്കുക. അതിന് ശേഷം പാക്കായി നമുക്കത് കട്ടിക്കിടാം. ഈ ഒരൊറ്റ പാക്ക് കൊണ്ട് നമുക്ക് 2 ഗുണം കിട്ടണത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, കോഫിപ്പൊടി ഒരുവിധപ്പെട്ട സ്കിന്നിനൊക്കെ ചേർന്നതാണ്. ഉഴുന്നാണെങ്കിലും നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെച്ചാൽ ഒരു അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. ഞാൻ ആദ്യം ഇതൊരു സ്ക്രബാണ് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് തരിയോട് കൂടിയിട്ട് നമ്മുടെ നാടൻ കോഫിപ്പൊടി എടുത്തുക്കണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്രബിൻ്റെ നല്ലൊരു ഇത് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്തോ. ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്യണില്ല കേട്ടോ. ഞാനപ്പോൾ 2 കൈയും കൂടി നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം.
ഇപ്പോൾ തന്നെ കണ്ടു സ്കിന്നിൽ നല്ലൊരു മാറ്റം കണ്ടു, നല്ലൊരു മാറ്റം വരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ. അത്രയ്ക്ക് നല്ല അടിപൊളിയായി ഇത് മൂന്നും കൂടി ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു. ഒരു 2 മിനിറ്റിൻ്റെയൊക്കെ ഒരു മസാജ് ആട്ടോ ഞാൻ കൊടുത്ത്. പറ്റുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മസാജ് അല്ല സ്ക്രബ് പറ്റുകയാണെന്ന് വെച്ചാൽ ഒരു 3 മിനിറ്റൊക്കെ നമുക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 മിനിറ്റേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല, പാക്ക് കുറച്ച് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ രാവിലെ കുളിക്കുമ്പോഴേ ബാക്കി കഴുത്തിലൊക്കെ ഇടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് മുഖത്തിട്ടിട്ട് അതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചു തരാം. ആഴ്ചയിൽ ഒരു 3 ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഓരോ ദിവസം ഇടവിട്ടിട്ട്. അപ്പോഴേക്കന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം പറഞ്ഞാൽ നല്ല മാറ്റമായിരിക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് യൂസിൽ എൻ്റെ മുഖത്ത് വന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ മുഖത്തെ ഉണങ്ങിൻ്റെ ഞാൻ ഇത് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു. മുഖത്ത് വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുടിയൊക്കെ നനഞ്ഞിരിക്കുക, നല്ല അടിപൊളിയായിട്ട് ക്ലിയറായി സ്കിന്ന്. ആ ടാനൊക്കെ മാറി ആ ഒരു മുഖം ഒരു എന്താ പറയുക, ഒരു മൂടിയായിട്ട് ഇരുന്നുണ്ടായിരുന്നതാ, ഇതൊക്കെ ഒരു നല്ലൊരു തിളക്കം, ഒരു ഗ്ലോ വന്നു ഇപ്പോൾ മുഖത്ത്. ഇത് ആഴ്ചയിൽ 3 വട്ടം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ സ്കിൻ എപ്പോഴും തിളക്കത്തോടുകൂടി ഗ്ലോയോടുകൂടി ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യണതിലൂടെ നമ്മുടെ മുഖത്തെ പാടുകളും പിഗ്മെൻറ്റേഷനും മാറി മുഖത്തിന് നല്ല കളറ് കൊണ്ടുവരാൻ സഹായിക്കണം. നല്ലൊരു അടിപൊളി പാക്കാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. നല്ല അടിപൊളിയാണ്. ഞാൻ പിന്നെയും പറയണം, അത്രയ്ക്ക് റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ ആ പഴയ ഫോട്ടോ സ്റ്റാർട്ടിങ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഈ ഒരു മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, അത്രയ്ക്ക് നല്ല അടിപൊളിയാട്ടോ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.